ഇങ്ങനെ പറയാം, എല്ലാ ലിംഗത്തിൽ ഒരു മറുകുണ്ട്, ഒരു ബ്ലാക്ക് മറുക്, ചെറിയ ബ്ലാക്ക് മറുക്. അത് ഈ ചെറുക്കന് കുട്ടി ഉണ്ടാവണം, കുഞ്ഞുണ്ടാവണം, അതിനെ താലോലിക്കണം. എൻ്റെ മാത്രമല്ല, എൻ്റെ അമ്മയുടെ ആയിക്കോട്ടെ. കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായി. അപ്പൊ എല്ലാവരും ചോദിക്കുമ്പോൾ നമുക്കൊരു വിഷമം ഭയങ്കര. തീർച്ചയായിട്ടും ആ ഒരു വിഷമം എന്താണെന്നുള്ളത് എനിക്ക് നല്ല രീതിയിൽ മനസ്സിലാവും. അപ്പോൾ നമുക്കൊരു കുഞ്ഞുണ്ടാകുമ്പോഴത്തേക്കിന് അത് ജീവിതത്തിന് അച്ചീവ് ചെയ്യാനായിട്ട് വേറെ ഒരു സന്തോഷം കാണത്തില്ലായിരിക്കില്ല, അതിന് പകരം വെക്കാനായിട്ട് വേറെ ഒരു സന്തോഷം കാണത്തില്ല. അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് റിഫ്ലക്റ്റ് ആയിട്ടുണ്ട്. അത് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ അതിഗംഭീരമായിട്ട് തന്നെ നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ കാര്യങ്ങൾ. അങ്ങനെ ഇവർക്ക് കുഞ്ഞുണ്ടാകുന്നു, ഒബ്വിയസ്ലി നിങ്ങൾ എന്തോ ചെയ്യുന്നുണ്ട്, ഈ കുഞ്ഞിൻ്റെ പരിചരണവും അതിന് മുമ്പുള്ള കാര്യങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിൽ വന്ന് ജനങ്ങൾക്കിടയിലൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ഒന്നും കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാം കമൻറ്റ് ബോക്സ് തുറന്നിട്ട് കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് കാണുന്ന ആൾക്കാരെല്ലാം പല രീതിയിലുള്ള മെൻറ്റാലിറ്റി ഉള്ളവരായിരിക്കും. എല്ലാവരും ഒരേ രീതിയിൽ തന്നെ കാണണമെന്ന് ചിന്തിക്കുന്നത് അത് നമ്മുടെ കുഴപ്പം കൊണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടൊന്നും വേറെ കാര്യമൊന്നുമില്ല. എല്ലാവരും പല മൈൻഡ് ഉള്ളവരായിരിക്കും. ഈ വീഡിയോ കാണുമ്പോഴത്തേക്കിന് എത്ര പേർക്ക് തോന്നുന്നുണ്ട് ഇവൻ എന്ത് ഗുണത്തേനാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിനക്ക് വേറെ പണിയൊന്നും ഇല്ലടാ എന്ന് തോന്നും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ കാണുന്നവരുണ്ട്. എന്നാലും ബിച്ചു വീഡിയോ ഇട്ട് ഒന്ന് കാണാം, കുറച്ച് നേരം ഒന്ന് ചിരിക്കാം എന്ന് വിചാരിച്ചിരുന്നവരുണ്ട്. എന്നാൽ ഇവൻ്റെ വീഡിയോ എന്തര് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ മനസ്സിൽ ഒരു അവസ്ഥയും വെച്ചുകൊണ്ട് എൻ്റെ വീഡിയോ കാണുന്നതിനും അങ്ങനെ പല രീതിയിലുള്ള, അങ്ങനെ എല്ലാവരും ഒന്നും നമ്മളെ കൊണ്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ നടക്കുന്ന ഒരു കാര്യമല്ല. പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു രീതിയിൽ വീഡിയോ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാ കമൻറ്റിനുള്ള റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യമൊന്നും എവിടെ എഴുതി വെച്ചിട്ടില്ല, ഒരു നിഘണ്ടുവിലും അതിൻ്റെ അർത്ഥവും കൊടുത്തിട്ടില്ല. ഓക്കെ, പ്രത്യേകിച്ചും ഈ അഭിലാഷ് ഈ ശ്രീ അവരൊരു സീരിയൽ ഫെയിമാണ്. അതിലുപരി ബിഗ് ബോസിലൊക്കെ പോയി അത്യാവശ്യം നല്ല രീതിക്ക് ഫേസ് വാല്യൂ വന്ന് നിൽക്കുന്ന ഒരു സമയത്ത് നിങ്ങളുടെ വീഡിയോ കാണുന്ന നേരത്തെ ഒരു 10% ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു 25-30% ആൾക്കാർ ചിലപ്പോൾ നിങ്ങളുടെ വീഡിയോ കാണുമായിരിക്കും. അപ്പോൾ അവർക്കെല്ലാം പല പല അഭിപ്രായങ്ങൾ കാണുമല്ലോ. ആ അഭിപ്രായങ്ങൾക്കെല്ലാം നിങ്ങൾ ഈ രീതിയിലൊരു റിപ്ലൈ കൊടുക്കാനായിട്ട് നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബോറ് പരിപാടിയല്ല ബ്രോ, വെരി ബാഡായിട്ടുണ്ട്. ഞാൻ ഒരിക്കലും നിങ്ങളുടെ അടുത്ത് നിന്ന് അതൊന്നും പ്രതീക്ഷിച്ചില്ല, ഇങ്ങനൊരു സാധനമൊന്നും. സീരിയസ്ലി എനിക്കൊന്നും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമുക്കത് കാണാം. ഇവർ കഴിഞ്ഞ ദിവസം ഒരു റീല് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കുഞ്ഞും അച്ഛനും കൂടെ കിടന്നുറങ്ങുന്ന എങ്ങാണ്ട് കെട്ടിൽ കിടക്കുന്നൊരു റീല് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റീലിൻ്റെ താഴെ വന്നിട്ടുള്ളൊരു കോമൻറ്റ്, ആ കോമൻറ്റ് ഇവർ തന്നെ അത് പറയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അവർ വളരെ ലഘുവായിട്ട് പറയാം, നിങ്ങളുടെ മാനസിക വിഷമം എനിക്ക് മനസ്സിലാവും, അച്ഛനെ പോലെ മകനും കാലിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ചേട്ടാ എന്നവർ ചോദിക്കുന്നു. അത് ഒരു നമുക്കൊരു 2 രീതിയിൽ അതിനെ എടുക്കാം. ഒന്ന്, ഇൻ ദ സെൻസ് നിങ്ങളെ ആക്ഷേപിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ മാനസികമായിട്ടുള്ള കോൺഫിഡൻസ് ഇല്ലാതാക്കാൻ, നിങ്ങളെ പ്രൊവോക്ക് ചെയ്യാൻ, ഇതിലേത് വേണമെങ്കിലും നിങ്ങൾ എടുക്കാം. 2, ജെനുവിനായിട്ട് ഒരു പ്രേക്ഷകന്, നിരന്തരം നിങ്ങളുടെ വ്ളോഗ് കാണുന്ന ഒരു പ്രേക്ഷകന് തോന്നാവുന്നൊരു ഡൗട്ട്, ഒരു മെഡിക്കൽ ഡൗട്ട്, അങ്ങനെ വേണേൽ കൂട്ടിക്കും. അത്രേ ഉള്ളൂ. കാരണം ചിലർക്ക് ഇത് വന്നിട്ടുള്ളതാണോ എന്നൊക്കെ വരുമല്ലോ, അതൊന്നും നമുക്ക് അത് എടുത്ത് വെച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഇതിന് ഇവർ 2 പേരും കൂടെ കൊടുത്തിരുന്ന ഒരു റിപ്ലൈ ആണ് അതിഗംഭീരമായിട്ട് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ശ്രീ ഇരുന്നിക്കുന്ന സമയത്ത്, അതായത് പുള്ളിക്കാരൻ്റെ ഭാര്യ ഇരിക്കുന്ന സമയത്ത് അത് നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്ത് വിടുക. നിങ്ങൾക്ക് എൻ്റർടൈൻ ചെയ്യുന്ന കുഴപ്പമില്ല. ഇപ്പോൾ ഞങ്ങളെപ്പോൾ റിയാക്ഷൻ വേണ്ടി ചെയ്യുന്ന ഒരു ഒറ്റയ്ക്കിലും ചെയ്യുന്ന കാര്യങ്ങളാണ്. നമുക്കത് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ അത് കഴിയുന്ന കാര്യമുള്ളൂ മേ ബി. പക്ഷെ നിങ്ങളൊരു ഫാമിലി ആയിട്ട് ചെയ്യുന്നു, കുഞ്ഞുണ്ട്, ഭാര്യയുണ്ട്, എല്ലാവരുമായിട്ട് ചെയ്യുമ്പോഴത്തേക്കിന് നീ ഇമാതിരി പരിപാടിയൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കിന് അത് കാണുന്ന ആൾക്കാർക്കും അത് ഭയങ്കര ബാഡ് നെഗറ്റീവായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്തായാലും നമ്മൾ ഇവർക്ക് വീഡിയോയിൽ പറഞ്ഞിട്ട് എന്തോന്ന് കാണാം. അതിന് മുമ്പായിട്ട് ഇവരുടെ മുമ്പത്തെ ഒരു വീഡിയോയുടെ ഒരു ചെറിയ ഭാഗം കാണിക്കാം. എന്താ ഞാൻ ബാക്കി കാണിച്ചുതരാം ഈ കാര്യത്തിൽ. അപ്പോൾ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വെയിറ്റിംഗ് ആണ്. അത്രേ ഉള്ളൂ. ഞങ്ങളും ഇങ്ങനെ ഹേർട്ടിംഗ് ആയിട്ടുള്ള കമന്റ് ഇട്ടിട്ടോ അല്ലെങ്കിൽ എന്താ ഇങ്ങനെ പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. നമുക്ക് വിധി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. എപ്പോഴാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്നത് പോലെ ഇതിനൊക്കെ ഒരു ഭാഗ്യം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളും വെയിറ്റിങ്. അപ്പോൾ വെറുതെ ആവലാതി പിടിച്ച ആളുകൾ, അല്ലാതെ ഈ പറയുന്ന പോലെ ബ്യൂട്ടി കോൺഷ്യസോ ഡാൻസ് ചെയ്ത് നടക്കാൻ പറ്റാത്തതുകൊണ്ടോ അഭിനയിക്കാൻ പോകാൻ പറ്റാത്തതുകൊണ്ടോ ഒന്നുമല്ല. ഇതാണ് സിറ്റുവേഷൻ. അല്ല നിങ്ങൾ ആവശ്യമില്ലാതെ ഈ കമന്റ്സ് ഇടുവോ? അല്ല, അതിപ്പോൾ നിങ്ങൾക്ക് ഇടുന്നവർക്ക് അത് ബോധമാവില്ല. കാണുന്ന നമുക്കുണ്ടാവുന്ന ഒരു അവസ്ഥ ചിലപ്പോൾ മേ ബി നിങ്ങളുടെ ഫാമിലിയിലും ഇതുപോലുള്ള അവസ്ഥകൾ ഉണ്ടാവാം. അപ്പം അതായത് ഇവർക്ക് കുട്ടി ഉണ്ടാകുന്നതിന് മുമ്പ് ഏതാണ്ട് 7 വർഷത്തിന് ശേഷമാണ് ഇവർക്കൊരു കുഞ്ഞുണ്ടാകുന്ന ഇവർ പല വ്ളോഗിനകത്തും പറയുന്നുണ്ട്. അപ്പോൾ ആ കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പ് വന്നിട്ടുള്ള ഏതൊരു കമന്റിന് ഭയങ്കര മാനസിക വികാരത്തോടു കൂടി അതിന് റിപ്ലൈ കൊടുക്കുന്നതാണ് നമ്മൾ ഈ കണ്ടത്. ഇതേ മാനസിക വികാരങ്ങൾ ആ ഒരു കുട്ടി ഉണ്ടായതിനു ശേഷം വരുമ്പോഴത്തേക്ക് നിങ്ങൾ പ്രകടിപ്പിച്ചു. ആ പ്രകടിപ്പിച്ച വേ ഓഫ് ടോക്ക് പ്രകടിപ്പിക്കുന്നതിന് കുഴപ്പമില്ല. നിങ്ങൾ ഈ ഭാര്യയും കൊച്ചുങ്ങളൊക്കെ ആയിട്ട് വന്നിരുന്നിട്ട് ചെയ്യുമ്പോഴത്തേക്കും മറുകിൻ്റെ കാര്യമൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും തിരിച്ച് നമുക്കൊരു ചോദ്യം ചോദിക്കാനായിട്ട് വരും. അത് ഇതിനകത്തൊരു ഹൈലൈറ്റ്. അത് ഞാൻ എന്തായാലും വീഡിയോക്കകത്ത് വെക്കാം.
അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. അതൊക്കെ അതിനൊക്കെ ഓരോരോ സമയം എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. ആ സമയത്തിന് അനിഷ്ഠിതമായി നമ്മൾ ജീവിക്കുക. മനസ്സിലായില്ലേ? നമ്മുടെ ലൈഫിലും നമ്മുടെ ആഗ്രഹമാണ് നമ്മുടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി ഉണ്ടാവണം, കുഞ്ഞുണ്ടാവണം, അതിനെ താലോലിക്കണം. എൻ്റെ മാത്രമല്ല, എൻ്റെ അമ്മയുടെ ആയിക്കോട്ടെ. ഓക്കെ, അതിപ്പോൾ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. അപ്പോൾ ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് ഇവർക്കൊരു കുഞ്ഞുണ്ടാവുന്നു. ഹാപ്പി, ബി ഹാപ്പി. അതിനുശേഷം നിങ്ങൾ ഈ പറയുന്ന കുഞ്ഞിനെ എടുത്ത്, അല്ലെങ്കിൽ നമ്മൾ എന്താണെന്ന് പറയുക, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കേൾക്കാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ഇത് ഈ രീതിയിലൊക്കെയാണ് മറുപടി കൊടുക്കാൻ നിൽക്കുന്നതെങ്കിൽ ഒന്നെങ്കിൽ ആ കുഞ്ഞിനെ ഒഴിവാക്കണം. അതായത് വ്ളോഗിനകത്ത് നിന്ന് ആ കുഞ്ഞിൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം. അപ്പോൾ ഇതുള്ള നെഗറ്റീവ് കമൻറ്റുകളൊന്നും വരത്തില്ല. നിങ്ങൾ ഇതുപോലൊരു ബിഗ് ബോസ് ഫെയിം അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ പോയി നിന്നിട്ട് പുള്ളിക്കാരി ആ ഒരു അതിനൊക്കെ എൻ്റർടൈൻ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു വേ ഓഫ് ടോക്ക് ഒക്കെ ഉണ്ടല്ലോ, അതും എനിക്കും അത്ര അത് കൺവിൻസ് ആയല്ലോ ബ്രോ. സീരിയസ്ലി നമുക്ക് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നി. എന്തായാലും പറഞ്ഞിട്ടുള്ള ആ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, കുഞ്ഞുങ്ങളുണ്ടാവത്തിന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പ്രഗ്നൻസി ജേണി 7 ഇയർ ബാക്ക് അങ്ങനെ പോയി. അതിനുശേഷം നമ്മൾ കുറേ കാലത്തിന് ശേഷം കുറേ കാലത്തിന് മുമ്പ് നമുക്ക് ഇപ്പം ലൈക്ക് ബിഗ് ബോസിന് പോകുന്നതിന് മുമ്പ് നമ്മൾ പ്രസന്ന വേണുഗോപാലിനെ തന്നെ ഡോക്ടർ നമ്മുടെ ഡെലിവറി എടുത്ത ഡോക്ടറിനെ തന്നെ വീട്ടിൽ പോയി കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് നമ്മുടെ ലൈഫിലുണ്ടായി നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അതായത് ഈ പ്രഗ്നൻസി പീരീഡ് കുറച്ച് നാളുകളായതുകൊണ്ട് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഈ ഒരു കാര്യം നടന്നിട്ടുള്ളതെന്നാണ് അവർ ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നത്. അടുത്തത് അല്ല, കാലിന്റെ ഇത് വയ്യെങ്കിൽ ചാട്ടിന് കാല് വയ്യല്ലോ, അതുപോലെ കുഞ്ഞിനും കാല് വയ്യേ എന്റെ അച്ഛനൊരു ഗുരുവില്ലായിരുന്നു കേട്ടോ. എന്റെ അച്ഛനൊരു ഗുരുവില്ലായിരുന്നു എന്ന് ചോദിക്കുന്നവരുടെ മനസ്സ് നിങ്ങളൊന്ന് ആലോചിച്ചോക്കണേ. പിന്നെ എനിക്ക് എങ്ങനെ ഇത് വന്നു? അത് വന്നതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. അമ്മ എന്നെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഈ എല്ലാവരും പറയുമല്ലോ ഈ പുക്കൾക്കൊടി ചുറ്റും എന്ന് പറഞ്ഞാൽ, അങ്ങനെ ചുറ്റിയതാണ് എൻ്റെ കാലിൽ. അങ്ങനെ അത്രേ ഉള്ളൂ. ആ ആൻസർ അത്രേ ഉള്ളൂ ബ്രോ. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അത്രേ ഉള്ളൂ. അതായിരുന്നു റീസൺ എന്ന് പറഞ്ഞ് നിങ്ങൾ അവോയ്ഡ് ചെയ്തായിരുന്നെങ്കിൽ ആ കമൻറ്റ് ചെയ്ത ആളോട് നമുക്കൊരു വെറുപ്പ് തോന്നിയായിരുന്നു സീരിയസ്ലി. കാരണം ഇപ്പം ആരെയും ഞാൻ നിരുത്സാഹപ്പെടുത്താൻ ഒരു മാനസിക വിഷമം ഉണ്ടാക്കാൻ വേണ്ടില്ല. ഇപ്പം ഹൈറ്റ് തീരെ കുറഞ്ഞിട്ടുള്ള ആൾക്കാർ, അപ്പം അവർക്ക് കമ്പാരിറ്റീവ് ഉണ്ടാവുന്ന കുഞ്ഞിന് അങ്ങനെ ഉണ്ടാവുന്നുണ്ടല്ലോ, ബ്ലൈൻഡ് ആയിട്ടുള്ളവർക്ക് അങ്ങനെ വരുന്നുണ്ടല്ലോ. അപ്പം അത് ജനറ്റിക് ആണോ എന്ന് നമുക്ക് ഈ കാണുന്ന വ്യൂവേഴ്സ് നിങ്ങൾക്ക് അറിയത്തില്ല. ചിലപ്പോൾ നിങ്ങളുടെ ഒരു 10 വീഡിയോ മാത്രം കാണുന്ന ഒരാൾക്ക് നിങ്ങളുടെ 33, 34, 35 വർഷം വരെയുള്ള നിങ്ങളുടെ ലൈഫ് എന്താണെന്ന് അവർക്ക് അറിയത്തില്ല. അവർക്ക് ലേറ്റസ്റ്റ് കണ്ട 10 വീഡിയോ ആയിരിക്കും അറിയാവുന്നത്. ആ 10 വീഡിയോയിൽ ചിലപ്പം നിങ്ങളെ ബിഗ് ബോസിൽ കണ്ടത്, നിങ്ങൾക്ക് കാലിന് ചെറിയൊരു കുഴപ്പമുള്ളതായിട്ടാണ് ബിഗ് ബോസിൽ കണ്ടത്. ആ ആൾ ഇങ്ങനെ വന്നിരുന്നപ്പോഴത്തേന് ആ ഒരു സാധനം ചോദിച്ചു. അപ്പം നിങ്ങളിപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അത് അത്രേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ ആൻസർ. നിങ്ങൾ ആ പറഞ്ഞ ആ പെണ്ണോ വാട്ട് എവർ ഇറ്റ് ഈസ് ആരാണ് ചോദിച്ച ആ ചോദ്യത്തിന് നിങ്ങളിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് വ്യക്തമായിട്ടുള്ള ആൻസർ. പക്ഷെ ഇതിനപ്പുറമാണ് വീണ്ടും നിങ്ങൾ സംസാരിച്ചിരിക്കുന്നത്. പോളിയോ കാര്യങ്ങളോ ഒന്നും വന്നതല്ല. സോ നമ്മളപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ മാക്സിമം നമ്മുടെ കുഞ്ഞിന് കൊടുക്കാൻ നമ്മളെപ്പോലെ ആവരുത് എന്നുള്ളതിൽ ഞങ്ങൾ മുന്നിലുള്ള ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് 5th മന്ത് സ്കാനിങ്ങിനകത്ത് ഓക്കെ, ഇത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം തന്നെ. ഇനി ബാക്കി കൂടെ നോക്കാം. ഒന്നും കാണിക്കാൻ പറ്റൂല. എനിക്ക് എൻ്റെ ഈ പറയുന്ന പോലെ യൂട്യൂബ് സസ്പെൻഡ് ആയിപ്പോൾ ചിലപ്പോൾ ഞാൻ അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും ഒക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. അതിൽ ഫാമിലിയിലുള്ളവരാണെങ്കിലും ശരി, പുറത്തുനിന്നുള്ളവരാണെങ്കിലും ആരാണെങ്കിലും നമുക്ക് ആ ഒരു സൊല്യൂഷൻ ഉണ്ട്. പിന്നെ അതല്ല, ഇനിയുണ്ടെങ്കിൽ എൻ്റെ ചെറുക്കനെ എൻ്റെ അടുത്ത് വെച്ച് കാണിച്ചു തരാം. ഞങ്ങളുടെ സാദൃശ്യങ്ങൾ എന്തൊക്കെയാണെന്നൊരു നിങ്ങൾ തന്നെ. അയ്യോ, നമുക്ക് അങ്ങനെ കാണില്ല. ഇപ്പം എന്തോ കാണിച്ചു തരാമെന്നറിയോ ഉദ്ദേശിച്ചത്? അതായത് അവർ പുതിയതായിട്ട് മേടിച്ച ടിവിയോ, അവർ പുതിയതായിട്ട് മേടിച്ച മൊബൈൽ ഫോണോ, അല്ലെങ്കിൽ അവർ പുതിയതായിട്ട് ഒരു ലൈറ്റ് മേടിച്ചു പുതിയ വീട്ടിനകത്ത് വെക്കാൻ, അല്ലെങ്കിൽ പുതിയ ഹിമ മാട്രസിൻ്റെ ബെഡ് മേടിച്ച കഥയൊന്നും അല്ല കാണിച്ചു തരാൻ പോകുന്നത്. ആ കാണിച്ചു തരാൻ ഒരു കറുത്ത പുള്ളി ഉണ്ടെന്ന്. ആ പുള്ളി എനിക്കുണ്ട്, എനിക്കല്ല കേട്ടോ, അവനുണ്ടെന്ന്. അവൻ്റെ കുഞ്ഞിനും അതേ പുള്ളി തന്നെ ഉണ്ടെന്ന്. അതായത് എൻ്റെ കയ്യിലാണ് ഈ പുള്ളിയെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിലും അതേ പുള്ളി തന്നെ ഉണ്ടെന്ന്. പക്ഷേ കൈയല്ല ഇവിടുത്തെ അവയവം എന്നുള്ളത് മാത്രം. അതും കൂടെ നമുക്കൊന്ന് കാണാം കേട്ടോ, എന്നെ പറയാനുണ്ടല്ലോ, അതുകൂടെ കാണാം. ആക്ച്വലി അങ്ങനെ ചോദിക്കുന്ന ആ ഒരു അവരുടെ മൈൻഡ് ഉണ്ടല്ലോ, ലൈക്ക് ചേട്ടന് കാലിന് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ ഒരു മാർഗമുണ്ട്. ഇതിപ്പോ എനിക്ക് ആൾക്കാരുടെ മുമ്പ് എൻ്റെ ചെറുക്കനും എനിക്കും ഉണ്ട് കാണിച്ചു തരും. എനിക്ക് ഈ പറയുന്ന പോലെ അയ്യേ, അതെന്തോ അത് മനസ്സിലാവുന്നില്ല. അത് മേ ബി കോണ്ടന്റ് റീച്ച് ആകാൻ വേണ്ടിയിട്ടാണ് അടുത്ത പരിപാടി. അല്ല, ഇപ്പം ഇന്റൻഷ്യലി ഫാമിലി വ്ളോഗ്സ് ചെയ്യുന്ന, ലൈഫ് ടൈം വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നിരന്തരം കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ഇടയ്ക്കുണ്ടല്ലോ മറ്റേ കോസ്മെറ്റിക് ഷോപ്പിൽ പോയിട്ട് അവിടെ ഒരു വിപ്ലവം ഉണ്ടാക്കിയിട്ട് അതൊരു കോണ്ടന്റ് ആയിട്ടിട്ട് കുറച്ചാൾ കിടന്ന് ഓടി. സ്റ്റിൽ അങ്ങോട്ട് നിൽക്കുന്നില്ല. പക്ഷെ പലരും പല കോണ്ടന്റുകളിട്ട് വീണ്ടും എങ്ങനെയെങ്കിലും ഒക്കെ പിടിച്ചു കയറാനായിട്ട് നോക്കുന്നുണ്ട്. അതേ ഭാഗം തന്നെയാണോ? ഇനിയിപ്പോൾ എന്തോ മറുകം എന്നുള്ളത് എവിടെയാണെന്നുള്ളത് നോക്കാം.
ചേട്ടൻ്റെ കാല് പോലെയാണോ കുഞ്ഞിൻ്റെ കാല് ഒന്നും തോന്നരുത്, കണ്ടപ്പോൾ ജസ്റ്റ് ഒരു റീൽ ഇട്ടതാണ് ഏട്ടനും കുഞ്ഞുകൂടെ ഉറങ്ങുന്ന ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടതാണ്. ഞാൻ സീരിയസ്ലി പറയാം ബേസ്, ഇതിപ്പോൾ തമാശയായിട്ടോ ഒന്നും പറയുന്നതല്ല ബേസ്, ഇത് ഞാൻ സീരിയസ്ലി 100% സീരിയസ്ലി ഞാൻ പറയുന്ന കാര്യമാണ്. ആ ഡൗട്ട് ഇപ്പോൾ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സീരിയസ്ലി ഇത് ഇവക്കറിയാം, ഇവക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയാം, ഇങ്ങനെ പറയാം, എൻ്റെ ലിംഗത്തിൽ ഒരു മറുകുണ്ട്, ഒരു ബ്ലാക്ക് മറുക്, ചെറിയ ബ്ലാക്ക് മറുക്, അത് ഈ ചെറുക്കന് കറക്റ്റായിട്ട് ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു ആലോചിച്ച് നോക്ക് ശ്രീകുട്ടി, ഇതൊക്കെ എങ്ങനെ ബ്രോ. അതിപ്പോ നിങ്ങൾ പറഞ്ഞ നിങ്ങൾക്ക് അങ്ങനെ ലിംഗത്തിൽ ഒരു മറുകുണ്ട്, അതേ മറുക് തന്നെ ഈ കുഞ്ഞിനും ഉണ്ടെന്ന് പറയുന്നത് സംശയമുള്ളവർ വന്ന് നോക്കാൻ പറഞ്ഞു. ബ്രോ നമുക്കിപ്പോൾ വന്നിട്ട് നിങ്ങൾ തന്നെ പറയുന്നുണ്ട് തന്നെ അത് ഭാര്യ മാത്രം കാണുന്നതാണ്, വേറെ ആരും കണ്ടില്ല, ഇവർക്ക് നല്ലോണം അറിയാം, അത് പിന്നെ വേറെ ആരും കാണിച്ചു കൊടുക്കണ്ട ബ്രോ. എന്തിനാ ചുമ്മാ ലിംഗമൊക്കെ എടുത്ത് ആൾക്കാരെ കാണിച്ചു കൊടുക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല, അതൊക്കെ വിട്ടേക്ക്. അതേ സെയിം സാധനം ഉണ്ടെങ്കിൽ കുഞ്ഞിനും ഉണ്ടല്ലോ. നിങ്ങൾക്കിനി അത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ വേണേൽ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ടോ. അപ്പം നമുക്ക് കൺഫേം ആവില്ല അച്ഛനും മോനും ഒരേ കളറുള്ള മറുകുണ്ടെന്നുള്ളത്. ചുമ്മാ എന്തെൻ്റെയൊക്കെ അവസ്ഥയാണോ കാര്യമാണോ എന്തോ, അല്ലാതെ നിങ്ങളുടെ ലിംഗം കാണാനായിട്ട് ഇനി ആൾക്കാർ അങ്ങോട്ട് വരാൻ പോകില്ല. അയ്യോ നാളെ മുതൽ മറ്റേ എന്തോ ബസ്സുണ്ടല്ലോ സ്ത്രീകൾക്ക് പുതിയതായിട്ട് ഫ്രീ ആയിട്ട് കൊടുത്താൽ ബസ് നിറയെ ആൾക്കാരായിരിക്കും. എവിടെ പോകുന്നത്? അഭിഷയുടെ വീട്ടിൽ അഭിയുടെ ലിംഗം കാണാൻ പോവുക, ലിംഗ പരിശോധന നടത്താനായിട്ട് അവിടെ ഉണ്ട്. അവിടെ ഒരു കറുത്ത പുള്ളി കാക്കപ്പുള്ളി ഉള്ളതുണ്ട്. ബാബാ സുരേഷിനെ ഇടണമായിരിക്കും ചിലപ്പോൾ. കാക്കപ്പുള്ളി നോക്കിയിട്ട് ഏതാണെന്ന് നിർണ്ണയിച്ച് അത് എങ്ങനെ ഇരിക്കുകയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. എന്തായാലും കൊള്ളാളിയാ, എന്തായാലും കൊള്ളാം. നമുക്ക് റീച്ചിന് പല വഴികളും ഉണ്ട്. പക്ഷേ ഈ നിങ്ങൾ ആദ്യം പറഞ്ഞൊരു ആൻസർ ഉണ്ടല്ലോ, ഈ കാല് വയ്യാത്തതിൻ്റെ ഒരു റീസൺ അത് ജനറ്റിക് അല്ല, ആ ഒരു ബുക്കിൾ കൊടി ചുറ്റിയതിൻ്റെ ഭാഗമായിട്ടാണ് വന്നതെന്ന്, അത്രേ ഉള്ളൂ. അത് നല്ല സ്റ്റാൻഡേർഡായിട്ട് നല്ല വെടുപ്പായിട്ട് തീർക്കുന്നൊരു സാധനമായിരുന്നു. പക്ഷെ അതിൽ നിന്നും അങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്കിന് അതെന്തോ കാണുമ്പോഴത്തേക്കിന് കേട്ടപ്പം എനിക്കൊരു അരോചകമായിട്ട് തോന്നി. ഞാനും 2-3 വീഡിയോ കണ്ടപ്പോഴാണ് ഇങ്ങനൊരു സാധനം എൻ്റെ ശ്രദ്ധയിലും പെട്ടത്. അപ്പോൾ പിന്നെ കണ്ടപ്പം നമുക്കത് അത്ര നല്ലതായിട്ട് തോന്നാത്തതുകൊണ്ട് മാത്രമാണ് വീഡിയോ ആയിട്ട് എടുത്തത്. ഓക്കെ, അപ്പം ശരി.